മലപ്പുറം തിരൂർ വൈലത്തൂരിൽ ഓട്ടോമാറ്റിക് ഗേറ്റിനിടയിൽ കുടുങ്ങി മരിച്ച 9 വയസ്സുകാരന്റെയും കുഴഞ്ഞു വീണ് മരിച്ച മുത്തശ്ശിയുടെയും മൃതദേഹങ്ങൾ ഖബറടക്കി. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് അയൽവീട്ടിലെ റിമോട്ട് കൺട്രോൾ ഗേറ്റിൽ കുടുങ്ങി വൈലത്തൂർ ചിലവിൽ സ്വദേശി മുഹമ്മദ് സിനാൻ എന്ന 9-കാരൻ മരിക്കുന്നത്. മരണവിവരം അറിഞ്ഞ് മൃതദേഹം കാണാൻ ആശുപത്രിയിലേക്ക് പോകും വഴിയായിരുന്നു കുട്ടിയുടെ മുത്തശ്ശി ആസിയ മരണപ്പെട്ടത്. വൈലത്തൂർ ചിലവിൽ കുന്നശ്ശേരി അബ്ദുൽ ഗഫൂർ സജില ദമ്പതികളുടെ മകൻ മുഹമ്മദ് സിനാനാണ് ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ളിൽ കുടുങ്ങി മരിച്ചത്. അടുത്ത വീട്ടിലെ ഓട്ടോമാറ്റിക് ഗേറ്റ് കടന്ന് പള്ളിയിലേക്ക് നമസ്കാരത്തിന് പോകുമ്പോഴാണ് അപകടം. ഗേറ്റ് തുറക്കാനുള്ള സ്വിച്ച് അമർത്തി ഗേറ്റ് തുറന്നു തുടങ്ങിയാൽ ഉടനെ തന്നെ ഗേറ്റ് അടയാൻ കൂടിയുള്ള സ്വിച്ച് അമർത്തി ഗേറ്റ് അടയും മുൻപേ പുറത്തിറങ്ങാനാണ് സിനാൻ ശ്രമിച്ചത്. എന്നാൽ ഗേറ്റ് അല്പം മാത്രം തുറന്ന ഉടനെ തന്നെ അടയാൻ കൂടിയുള്ള സ്വിച്ച് അമർത്തിയതോടെ കുട്ടി പുറത്തെത്തും മുന്നേ ഗേറ്റ് അടയുകയും ഗേറ്റിനും മതിലിനും ഇടയിൽ കുടുങ്ങുകയുമായിരുന്നു. കുട്ടിയുടെ ശരീരം പൂർണ്ണമായും ഒരു ഭാഗത്ത് അല്ലാത്തതിനാൽ സെൻസറിനും തിരിച്ചറിയാനായില്ല. സംഭവ സമയത്ത് അപകടം നടന്ന വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. ഏറെ നേരം ഗേറ്റിനുള്ളിൽ കുടുങ്ങിക്കിടന്ന കുട്ടിയെ അയൽവാസിയാണ് ആദ്യം കണ്ടത്. ഒരു കുട്ടി തല കുടുങ്ങി ഗേറ്റിൽ കുടുങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു. പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് കുട്ടിയെ മനസ്സിലായി. കാരണം എൻ്റെ മകൻ്റെ വളരെ അടുത്ത കളിക്കൂട്ടുകാരനാണ്. ഈ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് ഡോറ് തുറന്ന് അപ്പോൾ കുട്ടി താഴോട്ട് വീഴാനുണ്ടായത്. നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ചെയ്തത്. മരണവിവരമറിഞ്ഞ് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടതായിരുന്നു കുട്ടിയുടെ മുത്തശ്ശി ആസിയ. അതിനിടെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഉച്ചയോടെ ചിലവിൽ ജുമാ മസ്ജിദിൽ മൃതദേഹങ്ങൾ ഖബറടക്കി. മീഡിയ 1 തിരൂർ.